10th സ്റ്റാൻഡേർഡ് മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേജ് നമ്പർ 47 കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. അതിൽ നമ്മൾ 6th ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് 7th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യത്തേല് നമുക്കൊരു സെമി സർക്കിൾ, നമുക്കിതിനെ ഗ്രീൻ സെമി സർക്കിൾ എന്ന് പറയാം. കാരണം ഇതിൽ പല സെമി സർക്കിൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കളർ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊരു ഗ്രീൻ സെമി സർക്കിൾ ആണ്. ഇതിന്റെ ഡയാമീറ്റർ ഇവിടെ ഉണ്ട്. ഇതിന് നമുക്ക് ABC പേര് കൊടുക്കാം. ഇപ്പൊ AB ആണ് ഡയാമീറ്റർ എന്ന് വിചാരിക്കുക. AB ഡയാമീറ്ററും പിന്നെ ഈ സെമി സർക്കിളത്തെ ഒരു പോയിന്റ് C, ഇതും കൂടി നമ്മളിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഈ ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റും ഈ C എന്ന് പറഞ്ഞ ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പിക്ചർ. ഇനി രണ്ടാമത്തെ പിക്ചറിൽ വരുമ്പോൾ നമ്മൾ ഇതിലെ ഈ AC എന്ന് പറയുന്നത്, ഈ AC എന്ന് പറയുന്ന ഈ സൈഡ് ഉണ്ടല്ലോ ട്രയാങ്കിളിന്റെ, അത് ഡയാമീറ്റർ ആയിട്ട് നമ്മളിവിടെ ഒരു ബ്ലൂ സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. അതുപോലെ BC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഈ സൈഡ് ഡയാമീറ്റർ ആക്കിയിട്ട് നമ്മളൊരു റെഡ് സെമി സർക്കിളും വരച്ചിട്ടുണ്ട്. ഇനി ഇവർ പറയുന്നത്, ഇത് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ട്രയാങ്കിൾ ABC, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു ബ്ലൂ ക്രസന്റ് കിട്ടും. ക്രസന്റ് എന്ന് പറയുമ്പോൾ ഈ ബ്ലൂ സെമി സർക്കിൾ ഫുൾ ഇല്ല, ഇത് ഇങ്ങനെ കണ്ടോ, ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ക്രസന്റ്, ചന്ദ്രക്കല അല്ലെ, മൂണിന്റെ ക്രസന്റ്, ആ ഒരു ഷേപ്പിലുള്ളത്. അതേപോലെ ഇവിടെ നമുക്ക് ഒരു റെഡ് ക്രസന്റും ഉണ്ട്. ഈ റെഡ് ക്രസന്റ്, ഈ രണ്ടിന്റെയും ഏരിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? ആദ്യം നമുക്ക് ഓരോ സെമി സർക്കിളിന്റെയും ഏരിയ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഏരിയ ഓഫ് ദ, നമുക്ക് ഇവിടെ ബ്ലൂ സെമി സർക്കിൾ, നമ്മുടെ ബിഗ് സെമി സർക്കിൾ ഉണ്ടല്ലോ, അതായത് ഗ്രീൻ സെമി സർക്കിളിന്റെ ഏരിയ ആദ്യം കാണാം. ഏരിയ ഓഫ് സെമി സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ സെമി സർക്കിൾ മനസ്സിലാവാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ കളർ വെച്ചിട്ട് പറയുന്നത്. ഏരിയ ഓഫ് സെമി സർക്കിൾ ആസ് ഡയാമീറ്റർ ആസ് AB ഡയാമീറ്റർ ആയിട്ട് വരച്ചിട്ടുള്ള സെമി സർക്കിൾ ആണ്. ആസ് ഡയാമീറ്റർ ആസ് AB. അതിന്റെ ഏരിയ എന്താ വരിക? സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പൊ സെമി സർക്കിളിന്റെ ഹാഫ് πr² വരും. അപ്പൊ ജനറൽ ആയിട്ട് ഫോർമുല എഴുതി. നമുക്ക് ഇതിലെ ഹാഫ് π ഇൻറ്റു R എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലെ. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡയാമീറ്ററിന്റെ ഹാഫ് ആണ്. ഡയാമീറ്റർ എത്രയാണ്? AB. അപ്പൊ നമുക്ക് ABയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ AB/2, ആറിന് പകരം AB/2 എന്ന് കൊടുക്കാം. പിന്നെ സ്ക്വയർ ഉണ്ട്. ഇനി നമുക്ക് മറ്റ് 2 സെമി സർക്കിളിന്റെ ഏരിയ കൂടി കാണാം. ഏരിയ ഓഫ് സെമി സർക്കിൾ ആസ് ഡയാമീറ്റർ ആസ് ഏതാ? AC എടുക്കുക, അതായത് നമ്മുടെ ബ്ലൂ സെമി സർക്കിൾ. അപ്പൊ ഹാഫ് ഇൻറ്റു π ഇൻറ്റു അവിടെ R എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് AC ആണ് അവിടെ ഡയാമീറ്റർ വരുന്നത്. അപ്പൊ അതിന്റെ പകുതി, അപ്പൊ AC/2 ദ ഹോൾ സ്ക്വയർ. ഇനി അടുത്തതോ നമ്മുടെ റെഡ് സെമി സർക്കിളിന്റെ എങ്ങനെ വരിക? അവിടെ ജസ്റ്റ് BC എന്ന് പറയുകയാണെ, ഏരിയ ഓഫ് ദ സെമി സർക്കിൾ ആസ് ഡയാമീറ്റർ ആസ് BC, അങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം. ഇസ് ഈക്വൽ ടു, ഞാൻ അവിടെ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, ഹാഫ് ഇൻറ്റു π ഇൻറ്റു അവിടെ ഡയാമീറ്റർ എത്ര? BC. അപ്പൊ BCയുടെ ഹാഫ് ആണ് അവിടുത്തെ റേഡിയസ് വരിക, BC/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ 3 സെമി സർക്കിളിന്റെയും ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതില് 2 ചെറിയ സെമി സർക്കിൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബ്ലൂവും റെഡും, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു π ഇൻറ്റു ഇവിടെ എന്ത് വരും? AC/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു π ഇൻറ്റു BC/2 ദ ഹോൾ സ്ക്വയർ. AC ഡയാമീറ്റർ ആയിട്ട് വരച്ച സെമി സർക്കിൾ, അതായത് ബ്ലൂ സെമി സർക്കിൾ, ഇത് റെഡ് സെമി സർക്കിൾ, രണ്ടും കൂടി ആഡ് ചെയ്തു. ഇതിൽ ഹാഫ് π കോമൺ ആയതുകൊണ്ട് ഞാനത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? AC/2 ദ ഹോൾ സ്ക്വയർ, അതായത് AC²/4 ആണല്ലോ. ACയുടെ സ്ക്വയർ AC സ്ക്വയറും 2ന്റെ സ്ക്വയർ 4 പ്ലസ് BCയുടെ സ്ക്വയർ BC സ്ക്വയർ 2ന്റെ സ്ക്വയർ 4. ഹാഫ് π നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് ഒറ്റ ഇതിൽ എഴുതാം അല്ലെ. AC² പ്ലസ് BC² ഡിവൈഡഡ് ബൈ 4 എന്ന് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഇനി എന്താണ് AC² പ്ലസ് BC²? ഇവിടെ നമുക്ക് ഈ വരുന്ന ആംഗിൾ ഇവിടെ എത്ര കിട്ടും? ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. കാരണം എന്താ? ഇത് സെമി സർക്കിൾ ആണ് അല്ലെ.
സെമി സർക്കിളത്തെ ആംഗിൾ ഒക്കെ എത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ എന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ? അപ്പൊ ഇത് 90 ഡിഗ്രി ആവുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള എ ബി എന്താണ്? ഹൈപ്പോട്ടനീസ് അല്ലെ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്തായിട്ട് വരും? ഹൈപ്പോട്ടനീസ് സ്ക്വയർ അല്ലെ? അതായത് എ ബി സ്ക്വയർ. അപ്പൊ ഇതിൽ നമുക്ക് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന് പകരം എന്ത് എഴുതാം? എ ബി സ്ക്വയർ എഴുതാം. അപ്പൊ നമുക്ക് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. അപ്പൊ ഹാഫ് പൈ എ ബി സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ വലിയ ഗ്രീൻ സെമി സർക്കിളിന്റെ കണ്ടോ അതിന്റെ ഏരിയ ആണെന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? ആ രണ്ട് ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയയും അതുപോലെ റെഡ് സെമി സർക്കിളിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ സെമി സർക്കിളിന്റെ ഏരിയ ആണെന്ന് കിട്ടി. പക്ഷെ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ രണ്ട് ക്രസന്റ് ആഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയയോട് ഈക്വൽ ആവുന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ എന്താണ് പറഞ്ഞത്? ഈ ബ്ലൂ ക്രസന്റിന്റെ ഏരിയ അതുപോലെ റെഡ് ക്രസന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയ പ്ലസ് റെഡ് സെമി സർക്കിളിന്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിന്റെ ഏരിയ, അത് ഫുൾ ഫിഗർ ആയി. അതിൽ നിന്ന് നമുക്ക് ഈ ഗ്രീൻ സെമി സർക്കിളിന്റെ ഏരിയ ഒന്ന് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതിയില്ലേ? അപ്പൊ ബാക്കി അവിടെ എന്താ ഉള്ളത്? ബ്ലൂ ക്രസന്റും റെഡ് ക്രസന്റും. അതാണ് ജസ്റ്റ് ഞാനിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏരിയ ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസന്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ സെമി സർക്കിൾ ആസ് ഡയാമീറ്റർ എ സി. അതായത് നമ്മുടെ ബ്ലൂ സെമി സർക്കിൾ പ്ലസ് നമ്മുടെ റെഡ് സെമി സർക്കിൾ പ്ലസ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ. അതപ്പോ ഫുൾ പിക്ചറായി. അതിൽ നിന്ന് നമുക്ക് ആ ഗ്രീൻ സെമി സർക്കിൾ അതാണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ബ്ലൂവും റെഡ് ക്രസന്റും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ എ സി ഡയാമീറ്റർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഹാഫ് പൈ ഇൻറ്റു എ സി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് റെഡ് സെമി സർക്കിളിന്റെ ആണെങ്കിൽ ഹാഫ് പൈ ഇൻറ്റു ബി സി അല്ലെങ്കിൽ സി ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയില്ല, അത് നമുക്ക് അതേപോലെ തന്നെ എഴുതാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മൈനസ് ഇനി നമ്മുടെ ഗ്രീൻ സെമി സർക്കിളിന്റെ ഏരിയ എന്തായിരുന്നു? ഹാഫ് പൈ ഇൻറ്റു എ ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചതാ. ഇനി ഇതിലെ ആദ്യത്തെ നമ്മുടെ ബ്ലൂവിന്റെയും റെഡിന്റെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? നമ്മളത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് പൈ ഇൻറ്റു എ ബി ബൈ 2, സോറി ഇവിടെ 2 ആണ്, എ ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ അല്ലെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? ഹാഫ് പൈ ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എ ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് നമ്മുടെ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മൈനസ് ഹാഫ് പൈ ഇൻറ്റു എ ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ, അതായത് നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മുടെ ഗ്രീൻ സെമി സർക്കിളിന്റെ ഏരിയ. അപ്പൊ നോക്കിയേ, ഈ സെയിം സാധനം ഇവിടെ പ്ലസിലും മൈനസിലാണ്. അപ്പൊ അതെന്തായി പോയി? ക്യാൻസൽ ആയി പോയി. അപ്പൊ ബാക്കി അവിടെ എന്തുണ്ട്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ഏരിയ ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസന്റ് ഇസ് ഈക്വൽ ടു ഇപ്പൊ എന്തെന്ന് കിട്ടി? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് മാത്രം കിട്ടി. അപ്പൊ മനസ്സിലായാലോ നമ്മൾ എങ്ങനെ ചെയ്തെന്നുള്ളത്? അപ്പൊ ആ കളർ വെച്ചിട്ട് തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എ സി ഡയാമീറ്റർ ആയിട്ടുള്ളത് ബ്ലൂ സെമി സർക്കിൾ, ബി സി ഡയാമീറ്റർ ആയിട്ടുള്ളത് റെഡ് സെമി സർക്കിൾ, എ ബി ഡയാമീറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ സെമി സർക്കിൾ. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഇതിൽ പ്രൂവ് ചെയ്തു. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ത്രൂ ഔട്ട് ചെയ്ത് നോക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് മനസ്സിലാവും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ എ ബിയും സി ഡിയും പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്ക് എ പി സി ഉണ്ട് അല്ലെ? നോക്കിയേ, ഈ ഒരു ചെറിയ ആർക്ക് എ പി സിയും അതുപോലെ ആർക്ക് ബി ക്യു ഡി, ഈ വലിയൊരു ആർക്ക്, ഈ രണ്ട് ആർക്കും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലേ അതൊരു സെമി സർക്കിൾ ആവും എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സെമി സർക്കിൾ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? അതിന്റെ ആംഗിള് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ രണ്ട് ഈ ആർക്കിന്റെയും സെൻട്രൽ ആംഗിൾ എടുത്തു കഴിഞ്ഞാല് അത് 180 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ അർത്ഥം അതൊരു സെമി സർക്കിൾ ആണല്ലോ. അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇവിടെ ഈ എ ഡി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എ ഡി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ട്രയാങ്കിൾ എ ഡി ഒ.
നമുക്കിവിടെ നോക്കിയേ ആംഗിൾ ഡി എ ബി, അതായത് ഈ ഒരു ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഡി എ ബി എന്ന് പറയണത് നമ്മുടെ ഡി എ ബി നോക്കിയേ, നമ്മുടെ ഈ ഒരു ആർക്ക് ഉണ്ടല്ലോ, ആർക്ക് ബി ക്യു ഡിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കില്ലേ? കാരണം ഈ ആർക്കിൽ നിന്ന് പുറത്ത് കിടക്കുന്ന അല്ലെ, അതിന്റെ പുറത്ത് കിടക്കുന്ന ഒരു പോയിന്റ് ആണ് ഇത് എ. ഈ ഡി എ ബി എന്ന് പറഞ്ഞ ആംഗിള്, എ എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ ഉണ്ടാക്കുന്ന ആംഗിള്. അതുകൊണ്ട് ഈ ആർക്ക് ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിളിൽ ഞാൻ ജസ്റ്റ് ഇപ്പൊ സി എന്ന് ഷോർട്ട് ഫോം എഴുതുകയാണേ. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി, ഇത് മനസ്സിലായല്ലോ, ബി ക്യു ഡി. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി ഈക്വൽ ടു ഈ 2 അപ്പുറത്തേക്ക് പോവാ അല്ലെ. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി ഈക്വൽ ടു 2 അങ്ങോട്ട് പോകുമ്പോൾ 2 ഇൻറ്റു ആംഗിൾ ഡി എ ബി എന്ന് കിട്ടി. അതേപോലെ നമുക്ക് അടുത്ത ആംഗിൾ നോക്കണം. അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ എ ഡി സി അല്ലെ, ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി. അത് ഇതുപോലെ എന്തായിരിക്കും നോക്കിയേ, എ ഡി സി. അപ്പൊ അതിന്റെ അവിടെ കിടക്കുന്ന ആർക്ക് ഏതാണ്? ആർക്ക് എ പി സി അല്ലെ. ആർക്ക് എ പി സിയുടെ സെൻട്രൽ ആംഗിൾ എത്രയാണോ, അപ്പൊ ആർക്കിന്റെ പുറത്ത് കിടക്കുന്ന പോയിന്റ് ആണ് ഡി, അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ എ ഡി സി. അപ്പൊ ഈ ആർക്ക് എ പി സിയുടെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ഏതാണ്? എ പി സി, എ പി സി, ആർക്ക് എ പി സി. അങ്ങനെയാണ് നേരത്തെ എഴുതിയ പോലെ തന്നെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി. ഈ ഹാഫിലത്തെ 2 അങ്ങോട്ട് പോകുമ്പോൾ 2 ഇൻറ്റു ആംഗിൾ എ ഡി സി എന്ന് കിട്ടി. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കിയേ. ഈ ട്രയാങ്കിൾ എ ഡി ഇവിടെ നമുക്ക് O എന്ന് പേര് കൊടുക്കാം ഈ ഒരു സെൻട്രൽ പോയിന്റിന്. ഈ ട്രയാങ്കിൾ എ ഡി ഒയില് 3 ആംഗിൾ ഉണ്ട് അല്ലെ. ഈ ട്രയാങ്കിളിൽ നമുക്കറിയാം ഈ ഡി ഒ ഇസ് പെർപെൻഡിക്കുലർ ടു, അല്ലെങ്കിൽ ഒ ഡി ഇസ് പെർപെൻഡിക്കുലർ ടു ഒ എ. നമുക്ക് ട്രയാങ്കിളിന്റെ ഇത് മാത്രം എടുക്കാം. ഒ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ഒ എ. മൊത്തം എ ബിക്കാണ്, പക്ഷെ നമ്മൾ ട്രയാങ്കിളിന്റെ പോർഷൻ മാത്രം നോക്കുമ്പോൾ ഒ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ഒ എ. അതുകൊണ്ട് ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ദെർഫോർ ആംഗിൾ എ ഒ ഡി എത്രയാണ്? 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാം അവിടെ 90 ഡിഗ്രി ആണ്. അപ്പൊ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പൊ ബാക്കിയുള്ള മറ്റ് 2 ആംഗിൾ കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? മൊത്തം ഇത് 180 ആണ് അല്ലെ. അതിൽ ഒരെണ്ണം 90 ആണെങ്കിൽ ബാക്കി 2 കൂടി ആഡ് ചെയ്യുമ്പോൾ 180 മൈനസ് 90 കിട്ടണം. അപ്പൊ ആംഗിൾ ഡി എ ഒ, അതായത് നമ്മുടെ എയുടെ അവിടുത്തെ ആംഗിൾ, പ്ലസ് ആംഗിൾ എ ഡി ഒ, അതായത് ഡിയുടെ അവിടുത്തെ ആംഗിൾ, അത് ആഡ് ചെയ്യുമ്പോൾ 180 മൈനസ് 90. കാരണം ഒരു ആംഗിൾ 90 ആണ്, അത് നമുക്ക് മൈനസ് ചെയ്യാം. ബാക്കി 2 കൂടി കൂട്ടുമ്പോൾ ബാക്കി എത്ര ഉള്ളത്? 180 നിന്ന് 90 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 90. അപ്പൊ ഈ 2 ആംഗിളും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടണം. അപ്പൊ ഈ ആംഗിൾ ഡി എ ഒ എന്ന് പറയുന്നത് നമ്മുടെ ആംഗിൾ ഡി എ ബി തന്നെയാണ് അല്ലെ. നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആംഗിൾ ഡി എ ബി ആണ്. പ്ലസ് ആംഗിൾ എ ഡി ഒ എന്ന് പറയുന്നത് എ ഡി സി നമ്മൾ മറ്റേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, അപ്പൊ അത് എത്ര കിട്ടി? 90 ഡിഗ്രി ആന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആംഗിൾ ഡി എ ബിയും ആംഗിൾ എ ഡി സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ? ഇനി നമുക്ക് ആർക്ക് ബി ക്യൂയുടെ സെൻട്രൽ ആംഗിൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് എടുക്കാം. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി പ്ലസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുകയാണ്, ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി എന്ന് പറയുന്നത് 2 ആംഗിൾ ഡി എ ബി ആണ്. അപ്പൊ 2 ആംഗിൾ ഡി എ ബി പ്ലസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി എന്താണ്? 2 ആംഗിൾ എ ഡി സി, 2 ആംഗിൾ എ ഡി സി എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇത് ജസ്റ്റ് ആഡ് ചെയ്യാം അല്ലെ.
2 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ 2 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എന്തുണ്ട്? ആംഗിൾ DAB പ്ലസ് ആംഗിൾ ADC. ഈ DAB പ്ലസ് ആംഗിൾ ADC ഇപ്പൊ ഇവിടെ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? 90 ഡിഗ്രി. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇതെന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ 2 ഇൻറ്റു 90 എത്രയാണ്? 180 ഡിഗ്രി. അതായത് ആർക്ക് BQDന്റെ സെൻട്രൽ ആംഗിളും ആർക്ക് APCയുടെ സെൻട്രൽ ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ? അപ്പൊ അത് 180 കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ആർക്ക് APCയും ആർക്ക് BQDയും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? അതിന്റെ സെൻട്രൽ ആംഗിൾ 180 എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആർക്കും കൂടി ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിള് 180. അതായത് 180 ആണെങ്കിൽ അത് എന്തായിരിക്കും? അതൊരു സെമി സർക്കിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതുക ആർക്ക് APC ആൻഡ് ആർക്ക് BQD ജോയിൻ ടുഗദർ ദെൻ മേക്ക് എ സെമി സർക്കിൾ. അത് 180 ആണ് നമുക്ക് കിട്ടി. അതുകൊണ്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ നമുക്കൊരു സെമി സർക്കിൾ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് സെഗ്മെന്റ്സ് ഓഫ് എ സർക്കിൾ എന്നുള്ള ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.